സീരിയൽ സിനിമാ താരം ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന അഭിനേത്രിയാണ്. എന്നാൽ ഓണക്കാലത്തൊന്നും ദേവി ചന്ദനെ എവിടെയും കണ്ടില്ല. അന്നു മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു, എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവി ചന്ദന. ഒരു മാസത്തോളം താൻ ആശുപത്രിയിൽ തന്നെയായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട് ഐസിയുവിലായിരുന്നുവെന്നും ദേവിചന്ദ്ര സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞു. ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എവിടായിരുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു. ശ്വാസമുട്ടലെന്നോ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു എന്ന് കണ്ടെത്തിയത്. ലിവർ എൻസൈമൻസ് എല്ലാം നല്ലതുപോലെ കൂടി ഐസിയുവിലായി. അങ്ങനെ 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി. കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാർഡസ്റ്റ് ടൈമെന്ന് കരുതി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ H1N1 വന്നു. അതൊന്നുമല്ല, ഹെപ്പറ്റൈറ്റിസ് പിടിപെട്ടപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത്. എവിടുന്നാണ്, വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ആ അസുഖം കിട്ടിയത് എന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്യാറില്ല. റെജയും ശില്പയും ഹരിക്കൊപ്പം ആയിരുന്നു ഞങ്ങൾ മൂന്നാർ ട്രിപ്പിൽ പോയിരുന്നത്. അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫംഗ്ഷന് പോയി. അപ്പോഴും എനിക്ക് ഒപ്പം ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഷൂട്ടിന് പോയി. അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത്, എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ. കഴിഞ്ഞ മാസം 26 രാത്രിയിൽ അഡ്മിറ്റായി. ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. തുടക്കം ചെറിയൊരു ശ്വാസമുട്ടലായിരുന്നു. മൂന്നാർ പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ കരുതി മൈൻഡ് ചെയ്തില്ല. സംഭവം അതൊന്നുമായിരുന്നില്ല. കരളിന് വീക്കം വന്നതുകൊണ്ട് ശ്വാസമുട്ടലാണെന്ന് ദേവിചന്ദന പറഞ്ഞു. അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവിചന്ദന. സംസാരമില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം പോലും വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും. ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല കണ്ണിനും മുഖത്തും എല്ലാം മഞ്ഞനിറം വന്നു. ബിൽറൂബിൻ 18 വരെ എത്തി. എൻസൈമേഴ്സ് വളരെയധികം കൂടിയെന്ന് ഭർത്താവ് കിഷോറും പറഞ്ഞു. എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ കുഞ്ഞുമകളുടെ അരങ്ങേറ്റം ഓണസമയത്ത് ഗുരുവായൂരായിരുന്നു. അതിനെനിക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ്. പല പ്രോഗ്രാമും പോകാൻ പറ്റില്ല. ഫോൺ പോലും 3 ആഴ്ച കയ്യിലെടുത്തതുമില്ല. പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത്, ചെല്ലാമെന്ന് ഏറ്റ പ്രോഗ്രാമുകൾക്ക് വരാൻ പറ്റില്ല, അസുഖമാണ്, ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലതും അതെല്ലാം ലാഘവത്തോടെ കേട്ട് പ്രതികരിച്ചതാണ്. ഇപ്പോഴും ലിവർ പഴയ രീതി വന്നിട്ടില്ല. വ- വളരെ കെയർ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇതെല്ലാം ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്ത് വെള്ളം, ഭക്ഷണം എന്നിവ വളരെ കെയർഫുള്ളായിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അമ്മ അസോസിയേഷൻ്റെ ഇൻഷുറൻസ് എനിക്ക് ചികിത്സാ സമയത്ത് ഒരുപാട് ഹെൽപ്പായി എന്നും ദേവി ചന്ദനം പറഞ്ഞു. ആശുപത്രിയിലായിരുന്ന സമയത്ത് സഹായിച്ചവരെയും ബാധിച്ചവരെയും കുറിച്ച് വീഡിയോയിൽ നടി സംസാരിക്കുന്നുണ്ട്.